ഹൈവേന്റെ സൈഡിൽ കണ്ടൊരു കാഴ്ച കേട്ടോ. TVSന്റെ ലൂണ ഉണ്ടല്ലോ, അതില് ഇളനീര് വിൽക്കാൻ വേണ്ടിയുണ്ട്. എത്രങ്ങാനും ഇളനീരാന്നോ. ഇതൊക്കെ എങ്ങനെ ഈ വണ്ടി കൊണ്ടുപോവുക? ഒരു ഗുഡ്സിൽ കൊണ്ടുപോകണം അത്ര ലോഡാണ് ഇതിൽ കയറ്റി വെച്ചിട്ടുള്ളത്. 40-50 ആണ് ഇതിന്റെ റേറ്റ്. ഇതിന് 40 രൂപ, ഇതിന് 50 രൂപ. ഏതായാലും നല്ല പരിപാടിയാണ്. ഇത് കണ്ടില്ലേ, ഇത് കറണ്ട് ഉണ്ടാക്കുന്ന കാറ്റാടിന്റെ ലീഫാട്ടോ. അപാര നീളാണ് ഇതിന്. ഇത് കൊണ്ടുപോകുന്ന ജോലിയാണ് ഞാൻ ഇന്നലെ താമസിച്ച അരുൺ ബ്രോക്ക് ഇതിന്റെ പിന്നിലൊരു വണ്ടി ഉണ്ടാവും, അതിൽ എസ്കോർട്ട് പോവാണ് ജോലി. കാരണം വേറെ വണ്ടികളൊക്കെ വന്ന് ഇത് ബ്ലോക്ക് ആവും, അപ്പൊ അത് തടയുക, അങ്ങനത്തെ ജോലിയാണ്. പിന്നെ ഇത് പകൽ സമയത്തൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ ചില സ്ഥലങ്ങളിൽ രാത്രി മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ചില സ്ഥലങ്ങളിൽ പകലും കൊണ്ടുപോവാം. അപ്പൊ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഈ ഹൈവേന്റെ ഭാഗത്തു കൂടെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കാണാം. അപാര നീളാണ് ഇതിന്, കണ്ടില്ലേ? ഇങ്ങനെ കാണുമ്പോ തന്നെ ഇത് അറിയാലോ ഇതിന്റെ നീളം. പിന്നെ ഇത് ഇവിടെ ഉപയോഗിക്കാനല്ല എന്ന് പറഞ്ഞു, ഇത് വിദേശത്തേക്ക് കയറ്റി കൊണ്ടുപോകാനാണല്ലോ. തൂത്തുക്കുടി കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരെ ഷിപ്പില് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കണ ഇതിലും ചെറുതാണെന്നാണ് പറഞ്ഞത് അരുണ്. ഇപ്പോൾ വെല്ലൂർ എത്തുന്നതിൻ്റെ മുമ്പ് ഒരു ഹോട്ടലിൽ കയറി. ഒരു നാടൻ ചെറിയൊരു ഹോട്ടലാണ്, നല്ല ഭക്ഷണമാണ്. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് വേണം വെല്ലൂർക്ക് എത്താൻ. വലിയ ഹോട്ടലിൽ കയറിനേക്കാൾ നല്ലത് എപ്പോഴും നാടൻ കടകളിൽ കയറാൻ നല്ലത്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളതൊക്കെ നല്ലത് തന്നെയാവും. മറ്റത് കുറേ സാധനങ്ങൾ ഉണ്ടാവും, അതൊന്നും കഴിക്കൂല, വെറുതെ ആയി പോകും. ചോറ് കഴിച്ചു. ഇനിയും ഒരുപാട് ദൂരം ഓടാനുണ്ട്, ഏകദേശം 3000 കിലോമീറ്ററോളം ഇനിയും ഓടണം. അതാണ് അങ്ങനെ ഓടുന്നെ, വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇവിടെ ചോറ് കഴിക്കാൻ 60 രൂപയുള്ളൂ കേട്ടോ. ഇതുപോലത്തെ കടകളിൽ കയറാണ് ഏറ്റവും നല്ലത്. ഒരു വണ്ടി കണ്ടപ്പോഴേ, TVSന്റെ വണ്ടിയാണ്, പക്ഷെ ഇതിന്റെ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, സ്പ്ലെൻഡറിന്റെ ഹെഡ്ലൈറ്റ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഓടാൻ പറ്റും ഇതുപോലെയൊക്കെ. പിന്നെ ഈ വണ്ടി ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോവാം. 3 ആളും പോവും, അതുപോലെ ഒരുപാട് സാധനങ്ങളും കൊണ്ടുപോകും. അതൊക്കെയാണ് ഇവിടുത്തെ തമിഴ്നാടിന്റെ പ്രത്യേകത. ഈ മൊബൈൽ ഹോൾഡറേ കുറച്ച് ദൂരം ഓടിയപ്പോണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മുറുക്കണം, പ്ലെയർ ഉണ്ട്, ഒന്ന് മുറുക്കണം. ഇപ്പൊ ടൈറ്റായി. അടക്കാപ്പായ ഉണ്ട്, കിലോ എவ்வளോ വില? 80 രൂപ ആണല്ലോ കിലോക്ക് വില. 4 പോതും. നാലെണ്ണോ? ആ 4. ആ ഓക്കെ 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 ഓക്കെ. 1/2 കിലോ വാങ്ങി 40 രൂപ. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം പറ്റും. ഒരു ടോൾ പ്ലാസന്റെ അവിടെ വണ്ടി നിർത്തിയാൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനായി നിർത്തിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇതിൽ തന്നെ ഇങ്ങനെ തണുപ്പ്. അപ്പൊ പിന്നെ നോർത്ത് ഈസ്റ്റിന്റെ കാര്യമൊക്കെ പറയേണ്ടി വരുമോ? അവിടെയൊക്കെ എത്തുമ്പോ എന്താ സ്ഥിതിയാവോ? ഓ, ഇവിടെ തന്നെ തണുപ്പാണ്. ഇനി ഒരു 20 കിലോമീറ്ററും കൂടി പോയാ തിരുപ്പതി എത്തും. അവിടെ സ്റ്റേ ചെയ്യണം, അതാണ് ഇന്നത്തെ പരിപാടി. തിരുപ്പതി കഴിഞ്ഞാണ്ടേ നെല്ലൂര് ഭാഗത്തേക്ക് പോയപ്പോ കണ്ടൊരു കാഴ്ച കേട്ടോ. ഒരു ഫാക്ടറിന്ന് പോണ പുക കണ്ടില്ലേ, എന്താ പുക! ഇതൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരു അവസ്ഥ എന്താവും? അത്രക്ക് പുകയാണ് ഇവിടെ. ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണത് ചിഗുരുപ്പടു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അതായത് ഗുണ്ടൂരൊക്കെ എത്തുന്നതിന്റെ മുമ്പ്. ഇന്നിപ്പോൾ ഏകദേശം 300 കിലോമീറ്റർ ഓടി. ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ടെൻ്റ് അടിക്കാൻ നിന്നപ്പോഴേക്ക് വേറൊരു കാറ് അപ്പുറത്ത് വന്നാണ്ട് ഇവിടെ ഹാൾട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇവിടെ നിൽക്കണോ ചോദിച്ചപ്പോൾ അവർ നിൽക്കണം. അവരവിടെ AC ഒക്കെ ഇട്ട് കടന്നുറങ്ങുന്നുണ്ട്. അവരിതേമാതിരി എന്തോ ഒരു ലോങ് യാത്ര പോവുക തോന്നുന്നത്. അവരപ്പുറത്ത് നിർത്തി കടന്നുറങ്ങുന്നുണ്ട്. ഞാൻ അതപ്പുറത്ത് ടെൻറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഫോണിൽ ചാർജ് തീർന്നു. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ചാർജും കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിർത്തിയതാണ്.
തിരുപ്പതിയിൽ എവിടെയെങ്കിലും നിൽക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഒന്നും ഒരു പറ്റിയ സ്ഥലം കിട്ടിയില്ല. അതിന് പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ റൈഡ് ചെയ്ത് പോന്നു. അപ്പോൾ ഇവിടെ ഒരു പമ്പ് കിട്ടുകയും ചെയ്തു. ഇവിടെ കിടക്കുകയാണ്. ഇതാണ് പമ്പ്. ഇത് 24 hour ഉണ്ട്. പക്ഷെ വലിയ പമ്പൊന്നുമല്ല, ചെറിയ പമ്പാണ്. എന്നാലും ഇവർ നിൽക്കാൻ സമ്മതിച്ചു. ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് സമ്മതിച്ചു. ഇതിൻ്റെ മുമ്പ് ഞാനൊരു പമ്പിൽ ചോദിച്ചു, അത് കുറച്ച് വലിയ പമ്പാണ്, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റൂല പറഞ്ഞു. അവരുടെ ബോസൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും ചില ആളുകളുണ്ട്. ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കൂല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ.